ബ്രില്യൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് NUS പൊളിറ്റിക്കൽ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നാഷൻ ആൻഡ് സ്റ്റേറ്റ് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുക, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് പൊളിറ്റിക്കൽ സയൻസ് അല്ലേ, മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളതാണ്. എന്നാൽ ഇതിൽ നമ്മൾ നോക്കുന്നത് എന്താണ് രാഷ്ട്രം, അതുപോലെ തന്നെ എന്താണ് ദേശം, അതുപോലെ ഇവ തമ്മിലുള്ള എന്ത് വ്യത്യാസമാണുള്ളത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചും പഠിക്കുന്നതിനുള്ള ഒരു വിഷയമാണ്. അപ്പൊ അതിൽ മെയിൻ കോൺസെപ്റ്റ് എന്താ വരുന്നത്? രാഷ്ട്രം. അപ്പൊ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? എന്താണ് രാഷ്ട്രം. ഇപ്പം TMA സെക്ഷനിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണിത്, നാഷൻ ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ചാപ്റ്റർ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന് ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അതുകൊണ്ട് രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് നോക്കിയിരിക്കണം, അതായത് എന്താണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളത്. അപ്പം എക്സാമിന് പോകുന്ന സമയത്ത് ഈ ചാപ്റ്റേഴ്സ് ഒന്നും എന്ത് ചെയ്യണ്ട, പഠിച്ചിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് മൂന്നാമത്തെ ചാപ്റ്റർ നാലാമത്തെ ചാപ്റ്റർ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുള്ളൂ, മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നാഷൻ ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എടുക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് നോക്കാം. നാഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു നിശ്ചിതമായ പ്രദേശത്ത് ഒരു കൃത്യമായിട്ടുള്ള അതിർത്തിയോട് കൂടിയിട്ട് ജീവിക്കുന്ന ജനങ്ങളുടെ ഒരു കൂട്ടമാണ്. അതുപോലെ തന്നെയാണ് രാഷ്ട്രം എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു നിശ്ചിതമായ പ്രദേശത്ത് കൃത്യമായിട്ടുള്ള ഒരു ഗവൺമെന്റിന് കീഴിൽ രാഷ്ട്രീയമായി സംഘടിക്കപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ജനങ്ങളുടെ കൂട്ടത്തെയാണ് എന്ത് പറയുന്നത്, രാഷ്ട്രം എന്ന് പറയുന്നത്. അപ്പം ദേശവും രാഷ്ട്രവും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ പറഞ്ഞാൽ ആദ്യം നമുക്ക് രാഷ്ട്രം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു രാഷ്ട്രമാവണമെങ്കിൽ ആ രാഷ്ട്രത്തിൽ 4 ഘടകങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. പുറത്ത് വെച്ച് ഒരു രാഷ്ട്രമാണെങ്കിൽ ആ രാഷ്ട്രത്തിൽ എന്തുണ്ടായിരിക്കണം, 4 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. അതിൽ ഒന്നാമത്തെ ഘടകമാണ് എന്ത്, പോപ്പുലേഷൻ അഥവാ ജനസംഖ്യ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു രാഷ്ട്രം എടുക്കുകയാണെങ്കിലും ആ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അവിടെയുള്ള ജനങ്ങളാണ്. അല്ലെങ്കിൽ രാഷ്ട്രം നിർമ്മിക്കുന്നത് തന്നെ എന്താണ്, അവിടെയുള്ള ജനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എന്താണ്, പോപ്പുലേഷൻ ആണ്. ഓക്കെ, അപ്പൊ എലമെന്റ്സ് ഓഫ് ദ സ്റ്റേറ്റിലെ ഫസ്റ്റ് പോയിന്റ് എന്താണ് വരുന്നത്, പോപ്പുലേഷൻ. ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ത്, ടെറിട്ടറി. അല്ലെ, നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കും എന്തുണ്ടായിരിക്കും, കൃത്യമായിട്ടുള്ള ഒരു അതിർത്തി ഉണ്ടായിരിക്കും. അപ്പൊ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് എന്താണ്, അതിർത്തിയാണ്. ഇനി മൂന്നാമതായി ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ്. ഇപ്പൊ ഒരു രാഷ്ട്രം എടുക്കുകയാണെങ്കിൽ ആ രാഷ്ട്രത്തിലുള്ള ജനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കും, ഒരു ഏജൻസി ഉണ്ടായിരിക്കും. ആ ഏജൻസിയാണ് എന്ത്, ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ എല്ലാ രാജ്യത്തെയും ഗവൺമെന്റ് ഒരേ രീതിക്കല്ല അല്ലെ, പല രീതിയിലുള്ള ഭരണ സംവിധാനങ്ങളുണ്ട്. എങ്കിലും ഏതൊരു രാഷ്ട്രം എടുക്കുകയാണെങ്കിലും ആ രാഷ്ട്രത്തിൽ കൃത്യമായിട്ടൊരു ഗവൺമെന്റ് സംവിധാനം ഉണ്ടായിരിക്കും. ഇനി നാലാമത്തെയും ഏറ്റവും അവസാനത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് നോക്കാം, സോവറിറ്റി. ഈ 3 പോയിന്റ് നമ്മൾ നോർമലി കേൾക്കുന്നതാണ്. എന്നാൽ നാലാമത്തെ പോയിന്റ് ആയിട്ടുള്ള സോവറിറ്റി നമുക്ക് അധികം പരിചിതമല്ലാത്തൊരു വാക്കാണ്. സോവറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം പരമാധികാരം. എന്താണ് പരമാധികാരം? ഒരു രാഷ്ട്രത്തിന് അവിടെയുള്ള ജനങ്ങളുടെ മേലുള്ള പരമമായ അധികാരത്തിനെയാണ് എന്ത് പറയുന്നത്, പരമാധികാരം എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുക, എക്സ്ട്രീം പവർ ഓഫ് ദ സ്റ്റേറ്റ് ആണ് എന്ത്, സോവറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് എന്ത്, ഒരു പ്രദേശത്തെ നമുക്ക് രാഷ്ട്രം എന്ന് പറയാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 1947 നമുക്ക് എന്ത് ചെയ്യുന്നത്, സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ നമുക്ക് ഇവിടെ എന്തുണ്ടായിരുന്നു, പോപ്പുലേഷൻ ഉണ്ടായിരുന്നു, ജനസംഖ്യ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അതുപോലെ അതിർത്തി ഉണ്ടായിരുന്നു. ഇനി ഗവൺമെന്റ്, നമ്മുടെ ഗവൺമെന്റ് അല്ലെങ്കിലും ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണെങ്കിലും നമുക്കിവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇല്ലാത്തൊരു കാര്യം എന്താണ്, സോവറിറ്റി എന്ന് വെച്ചാൽ പരമാധികാരം. കാരണം നമ്മുടെ രാഷ്ട്രത്തിലുള്ള ജനങ്ങളെ ഭരിച്ചിരുന്നത് നമ്മളല്ല, മറിച്ച് ആരായിരുന്നു, വിദേശ രാഷ്ട്രമായിരുന്നു. അപ്പൊ ഈ പരമാധികാരം എന്ന് പറയുന്ന ഈ ഒരു എലമെന്റ് നമുക്ക് 1947 വരെ ഉണ്ടായിരുന്നില്ല. അതുവരെ നമ്മളൊരു രാഷ്ട്രമായിരുന്നില്ല ഇന്ത്യ എന്ന് പറയുന്നത്, അതുവരെ നമ്മളൊരു ദേശമായിരുന്നു. അപ്പൊ മനസ്സിലാക്കുക, ഈ 4 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രദേശത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, രാഷ്ട്രം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു ഘടകം കുറവുണ്ടെങ്കിൽ പോലും ആ പ്രദേശത്തെ നമുക്ക് ദേശം എന്ന് പറയാനേ കഴിയുള്ളൂ. ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നാഷനും നാഷണാലിറ്റിയും നോക്കാം. നാഷൻ എന്താണെന്ന് പറഞ്ഞു, ആ 4 ഘടകങ്ങളിൽ ഒന്ന് കുറവുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, നാഷൻ എന്ന് പറയും. നാഷണാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ ഫീലിംഗ് അല്ലെ. നമ്മൾ ഇന്ത്യക്കാർ അല്ലെങ്കിൽ അമേരിക്കയിലുള്ളവർ അമേരിക്കക്കാരൻ എന്നറിയപ്പെടുന്നത് എന്താണ്, ആ ഒരു സൈക്കോളജി അല്ലെങ്കിൽ നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു വികാരമാണ് എന്ത്, നാഷണാലിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്കിടയിൽ നമ്മൾ ഇന്ത്യക്കാർ എന്ന് പറയുന്ന ഈ വികാരം വളർത്തിയെടുക്കുന്നതിന് സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് ഏതൊക്കെയെന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ രണ്ടാമതായിട്ട് നോക്കുന്നത്. ഇത് 2 കാര്യങ്ങളെ മെയിൻ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളൂ. ഓർത്ത് വെക്കുക, എലമെന്റ്സ് ഓഫ് നാഷണാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദേശീയതയെ വളർത്താൻ വേണ്ടി സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്.
അപ്പൊ ഒന്നാമത്തേത് ഏതാണ്? കോമൺ ജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ പൊതുവായ ഭൂമിശാസ്ത്രം. നമ്മളെല്ലാവരും ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു മഹാരാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ജനിച്ചത് കൊണ്ടാണ് നമുക്ക് ഇന്ത്യക്കാർ എന്ന് പറയുന്ന ഫീൽ ഉള്ളത്, അല്ലേ? നമ്മൾ പുറത്തൊരു രാജ്യത്താണ് ജനിച്ചെങ്കിൽ നമുക്ക് ഇതേ സ്നേഹം ഇന്ത്യയോട് ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ എന്താണ്? പൊതുവായ ഭൂമിശാസ്ത്രമാണ് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് കോമൺ റേസ് ആണ്, എന്ന് പറഞ്ഞാൽ വംശം. നമ്മൾ ഇന്ത്യൻ വംശജൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ വംശത്തിന്റെ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ വംശത്തോടുള്ള ഒരു അടുപ്പവും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തോട് അല്ലെങ്കിൽ ഇന്ത്യക്കാരോട് കൂടുതൽ അടുപ്പം വരുന്നത്. മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് കോമൺ ലാംഗ്വേജ് ആണ്. പക്ഷെ അത് നമ്മുടെ ഇന്ത്യയുടെ കേസിൽ അതുണ്ടോ? ഇല്ല. നമുക്കറിയാം, നമുക്കിവിടെ എന്തില്ല? കോമൺ ആയിട്ടൊരു ലാംഗ്വേജ് ഇല്ല. നമുക്ക് ഔദ്യോഗികമായിട്ട് ഭാഷ ഉണ്ട്, ഹിന്ദി അറിയാം. പക്ഷേ ഹിന്ദി അറിയുന്ന എത്ര പേരുണ്ടായിരിക്കും? നമ്മൾ നോർത്ത് ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ ഹിന്ദി അറിയുന്നവരായിരിക്കും നോക്കുക. പക്ഷേ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഹിന്ദി അറിയുന്നവരുടെ എണ്ണം കുറവാണ്. പക്ഷേ എങ്കിലും നമുക്കിടയിൽ എന്തുണ്ട്? ഇന്ത്യക്കാർക്കിടയിൽ ഒരു ദേശീയ മനോഭാവമുണ്ട്. അപ്പൊ നമുക്കില്ലാത്തൊരു ഘടകമാണെന്ത്? കോമൺ ലാംഗ്വേജ് എന്ന് പറയുന്നത്. എങ്കിലും മറ്റുള്ള രാഷ്ട്രങ്ങളിലുള്ള ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ഒരു ഘടകമാണെന്ത്? പൊതുവായ ഭാഷ എന്ന് പറയുന്നത്. ഇപ്പം ജപ്പാൻ എടുക്കുകയാണെങ്കിൽ അവിടെ ജാപ്പനീസ് എന്ന് പറയുന്ന ഒരു ഭാഷ ഉണ്ടായിരിക്കും. ചൈന എടുക്കുകയാണെങ്കിൽ ചൈനീസ് എന്ന് പറയുന്ന ഒരു ഭാഷ ഉണ്ടാവും. അപ്പൊ ഏത് രാജ്യം എടുക്കുകയാണെങ്കിൽ അവിടെ കോമൺ ആയിട്ട് എന്തുണ്ടായിരിക്കും? ഒരു ഭാഷ ഉണ്ടായിരിക്കും. ആ ഭാഷയാണ് അവിടെയുള്ള ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ കേസിൽ ഇല്ല. കാരണം നമ്മൾ എന്താണ്? വൈവിധ്യങ്ങൾ നിറഞ്ഞൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എങ്കിലും നമുക്ക് ഇന്ത്യക്കാരെന്ന് പറയുന്ന ഒരു ഫീൽ എല്ലാവർക്കിടയിലുണ്ട്, അല്ലേ? അപ്പൊ ഇനി അടുത്തതായിട്ട് ഓർത്തു വെക്കുക, കോമൺ റിലീജിയൻ. ഇത് നമുക്കുണ്ടോ? ഇല്ല. അറിയാം, അല്ലേ? നമുക്ക് കോമൺ ആയിട്ട് റിലീജിയൻ ഉണ്ടോ? ഇല്ല. നമ്മളൊരു മതേതര രാജ്യമാണ്. അപ്പൊ അതുകൊണ്ടല്ല എല്ലാ മതങ്ങൾക്കും തുല്യമായ പരിഗണനയാണ് നമ്മുടെ ഇന്ത്യയിൽ നൽകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല? കോമൺ ആയിട്ടുള്ള ഒരു റിലീജിയൻ ഇല്ല, പൊതുവായിട്ടുള്ള ഒരു മതമില്ല. പക്ഷെ പൊതുവായ മതം എന്ന് പറയുന്നതും ദേശീയ വികാരം വളർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിന് ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളൊക്കെ നിലവിൽ വന്നത് തന്നെ എന്തിന്റെ ബേസിലാണ്? മതത്തിന്റെ ബേസിലാണ്. അപ്പം ഇനി അടുത്തതായിട്ടുള്ളത് കോമൺ പൊളിറ്റിക്കൽ ഫ്രെയിംവർക്ക് ആണ്. അതായത് പൊതുവായിട്ടുള്ള നിയമങ്ങൾ, അല്ലെ? നമ്മുടെ രാജ്യത്ത് എന്തുണ്ട്? പൊതുവായിട്ടുള്ള നിയമങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഏത് സംസ്ഥാനത്ത് ജനിച്ചിട്ടുണ്ടെങ്കിലും, അല്ലെ? ഇപ്പം തമിഴ്നാടായിക്കോട്ടെ, കേരളത്തിലായിക്കോട്ടെ, ഇനിയിപ്പോൾ നമ്മൾ പശ്ചിമ ബംഗാളിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും നമുക്ക് എന്താണ്? കോമൺ ആയിട്ട് എന്തുണ്ടായിരിക്കും? ഒരു പൊളിറ്റിക്കൽ ഫ്രെയിംവർക്ക് ഉണ്ടാവും, ഒരു പൊതുവായിട്ടുള്ള ഒരു നിയമം ഉണ്ടായിരിക്കും. ഈ പൊതുവായ നിയമവും അവിടെയുള്ള ജനങ്ങളെ ഒന്നിപ്പിച്ച് നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ വരുന്നതാണ് എക്കണോമിക് ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് കോമൺ ആയിട്ടുള്ള എക്കണോമിക് ഫാക്ടേഴ്സ്. അതായത് നമുക്ക് എല്ലാവർക്കും, ഇന്ത്യയിലുള്ള എല്ലാവർക്കും ലഭിക്കുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത്, അതായത് സാമ്പത്തിക വിഭവങ്ങൾ എന്ന് പറയുന്നത് തുല്യമായിട്ടുള്ളതാണ് എല്ലാവർക്കും. അതും എന്താണ്? ആ രാജ്യത്തുള്ള ജനങ്ങളിലെ ദേശീയത വളർത്താൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇനി വരുന്നതാണ് എന്ത്? കോമൺ സബ്ജുഗേഷൻ എന്ന് പറയുന്നത്. ഇതാണ് കോമൺ സബ്ജുഗേഷൻ. സബ്ജുഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധീശത്വം എന്ന് പറയും. അതായത് നമുക്കിടയിൽ തന്നെ ഈ ദേശീയത വളരാൻ കാരണമായത് ബ്രിട്ടീഷുകാരുടെ വരവാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. നമുക്ക് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നത് വരെ നമുക്കിടയിൽ എന്തുണ്ടായിരുന്നില്ല? ഐക്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ പുറത്തു നിന്ന് ഒരാൾ ഇവിടെ വരികയും നമ്മൾ ആക്രമിച്ച് കീഴടക്കുകയും ചെയ്തപ്പോഴാണ് നമുക്കിടയിൽ എന്ത് വന്നത്? നമ്മൾ ഇന്ത്യക്കാരാണ്, ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുന്ന ഒരു ഫീല് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു ദേശീയ വികാരം ഉണർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ് എന്ത്? കോമൺ സബ്ജുഗേഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? എലമെന്റ്സ് ഓഫ് നാഷണാലിറ്റി. അതായത് നാഷണാലിറ്റിയെ സഹായിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയ വികാരം നമ്മൾ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടത്. അപ്പം ഓർത്തു വെക്കുക, ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് 2 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഒന്നാമത്തത് എന്താണ്? എലമെന്റ്സ് ഓഫ് ദ സ്റ്റേറ്റ്. അതായത് ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? അത് എത്രണ്ണ വരുന്നത്? 4 എണ്ണം വരുന്നുണ്ട്. പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെന്റ്, സോവറിറ്റി, അല്ലെ? മലയാളത്തിലാണെങ്കിൽ ജനസംഖ്യ, അതിർത്തി, ഗവൺമെന്റ്, പരമാധികാരം. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് നോക്കിയിട്ടുള്ള എന്താണ് ഈ ചാപ്റ്ററിൽ? എലമെന്റ്സ് ഓഫ് നാഷണാലിറ്റി. അതായത് നമ്മൾക്കുള്ളിൽ ദേശീയത വളർത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതേതൊക്കെയാണ്? കോമൺ ജോഗ്രഫി എന്ന് പറഞ്ഞാൽ പൊതുവായ ഭൂമിശാസ്ത്രം, കോമൺ റേസ് എന്ന് പറഞ്ഞാൽ പൊതുവായ വംശങ്ങൾ, കോമൺ ലാംഗ്വേജ് പൊതുവായ ഭാഷ, കോമൺ റിലീജിയൻ പൊതുവായ മതം, കോമൺ പൊളിറ്റിക്കൽ ഫ്രെയിംവർക്ക് പൊതുവായ നിയമങ്ങൾ, എക്കണോമിക് ഫാക്ടേഴ്സ് അതായത് പൊതുവായിട്ടുള്ള സാമ്പത്തിക ഘടകങ്ങൾ, പിന്നെ കോമൺ സബ്ജുഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിടയിൽ ഒന്നിപ്പിച്ച് നിർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാരാണ് കാരണമായതെന്ന് പറഞ്ഞു. അതുപോലെയുള്ള പൊതുവായ അധീശത്വം. ഇത്രയാണ് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ പറയാനുള്ളത്. താങ്ക് യു.